അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നിസാരമായി തള്ളിക്കളയുന്നവരോട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസാരമായി തള്ളിക്കളയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളോടും പറയുകയാണ്, പലർക്കും അത് പുച്ഛമാണ്, പലർക്കും അത് നിസാരമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാത്തവരുടെ പ്രതിഫലമല്ല, പഠിക്കാത്തവർക്ക് കിട്ടുന്ന ശിക്ഷയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കളിക്കാറുള്ളതല്ല. എല്ലാ വീടിനകത്തും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ട്. അല്ലാഹുവിന്റെ കലാമില്ലാത്ത വീടുണ്ടല്ലോ. ഏതെങ്കിലും ഈ ദുനിയാവിലെ ആകാശത്തിന്റെ കീഴിലുള്ള വീടുകളിൽ ഏതെങ്കിലും ഒരു വീടിനകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില്ലയോ? അല്ലാഹുവേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില്ലാതിലേക്ക് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങില്ലല്ലോ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിനകത്ത് ഖുർആനില്ലാത്ത വീടുകളില്ല. എല്ലാവരുടെയും വീടിനകത്ത് ഖുർആനുകളുണ്ട്. ഖുർആൻ എല്ലാവരുടെയും വീടിനകത്തുണ്ട്. പടച്ചവനെ പൊട്ടിച്ചിരിക്കുകയാണ്, തിരിക്കുകയാണ്. അതൊന്ന് തുറന്നു നോക്കാറില്ലല്ലോ. അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ചു കളയാറില്ലല്ലോ. എന്നെപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ആ ഖുർആനിന്റെ മഹത്വം അറിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ. നമ്മുടെ വീടിനകത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ പരിഗണിക്കാത്ത, നമ്മൾ ബഹുമാനിക്കാത്ത ആ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം അറിയണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു ഇറക്കിയിരുന്നതെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുമ്പോ പേടിച്ചു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു ധൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എല്ലാവരും ഇന്നിവിടെ വന്നത് എന്തിനെന്നറിയുമോ? വഅദ് കേൾക്കാൻ മാത്രമല്ല, എല്ലാവരും ഇന്ന് അവസാനം ദുആ ചെയ്യുമ്പോ ആ ദുആയിലൊന്ന് പങ്കെടുക്കണമല്ലോ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, ദുഃഖമാണ്, ദുരിതമാണ്, വേദനയാണ്, കടമാണ്, സമാധാനമില്ലല്ലോ. ആർക്കാണ് സമാധാനമുള്ളത്? ലോകത്തിന് സമാധാനമില്ലാത്തവർ വളരെ കൂടുതലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം കിട്ടാറ് ജനങ്ങൾ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എന്ന് തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോ, പടച്ചവനെ, വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ ഒരു ഭാര്യ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്. പടച്ചവനെ, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ. ആ ഭാര്യയുമായിട്ടൊരു സമാധാനമുള്ള ജീവിതം നിനക്ക് കിട്ടുന്നില്ലല്ലോ. നിന്റെ കണ്ണിന് കുളിർമയായ മക്കള് 2, 3, 4 മക്കളുണ്ടല്ലോ. ആ മക്കളുടെ മുഖത്ത് നോക്കുമ്പോ നിന്റെ കണ്ണ് കുളിർമയാകുന്നില്ലല്ലോ. പടച്ചവനെ, ആവശ്യത്തിന് സമ്പത്തുണ്ട്, പടച്ചവനെ, ബർക്കത്തില്ലല്ലോ. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ലല്ലോ. മനോഹരമായ ലക്ഷങ്ങളെ ചെലവഴിച്ച് കൊട്ടാരം പണിത് ബെഡ്റൂമിന്റെ അകത്ത് AC വെച്ച് സീലിംഗ് ചെയ്ത് പടച്ചവനെ മനോഹരമായ ബെഡ്റൂം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കിടന്നിട്ടുറക്കം വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? അതാ പരസ്പരം മക്കള് ശത്രുക്കളെ പോലെ തമ്മിലടിക്കുകയാ, കൂടപ്പിറപ്പുകൾ തമ്മിൽ തെല്ലുകയാ, ഭാര്യയും ഭർത്താവും കണ്ടാൽ ശത്രുക്കളെ പോലെ പെരുമാറുകയാ. കാരണം എന്തെന്നറിയുമോ? നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ഉസ്താദേ, ദുആ ചെയ്യണേ എന്ന് പറയുന്ന മുസ്ലിമേ, ആദരവായ പ്രവാചകൻ
പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 കാര്യങ്ങള് 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, കൊച്ചാപ്പാട പേരല്ല ഞാൻ പറഞ്ഞത്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തി നബിയുടെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അള്ളാന്റെ ശാപം നിന്റെ തലയിൽ വീഴും. അള്ളാഹു കാക്കുമാറാകട്ടെ. പറ 3 സലാത്ത്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ പറ. മാസ്ക് വെച്ചത് കൊണ്ടാണോ ശബ്ദം പുറത്തേക്ക് വരാത്തത്? മാസ്ക് വെച്ചത് കൊണ്ടാണോ? എല്ലാരും മാസ്ക് ഒക്കെ വെക്കണം, നല്ലതാണ്. പൊടി അടിക്കാതിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മാസ്ക് കൊണ്ട് ഉപയോഗം അതാ, പൊടി അടിക്കാതിരിക്കും. ഞാൻ 2 ദിവസം മുമ്പ് ഉള്ളാളം മക്കാമിൽ പോയി വാഴുന്നു. അല്ലാഹുവേ, മാസ്ക് എന്ന് പറയുന്ന ഒരു സാധാരണ കാണാൻ തന്നെ ഇല്ല. ഇവിടെ ലക്ഷങ്ങൾ പങ്കെടുത്ത് ഇവിടുത്തെ ഉറൂസായിരുന്നു. 5 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കണ ഉറൂസല്ലേ. പടച്ചോനെ, അള്ളാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇപ്പൊ ആകെ കൊറോണ ഉള്ളത് വഅദിന്റെ മജ്‌ലിസിലും പള്ളിക്കകത്തും. അവിടെ മാത്രമേ ഇപ്പൊ കൊറോണ ഉള്ളൂ. മാർക്കറ്റിലില്ല, കല്യാണ വീട്ടിലില്ല, ബസ്സിനകത്തില്ല, വേറൊരിടത്തും ഇല്ല. പള്ളിക്കകത്ത് മാത്രം. അവിടെയും സാമൂഹിക അകലവ. പള്ളിക്കകത്ത് കയറുമ്പോ വരുന്ന ആ കൊറോണയെ പേടിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞു. നിസ്കരിക്കാം. ഇവിടുത്തെ ഉണ്ടോ ആളൊക്കെ? കല്യാണ വീട്ടിൽ പോണ ആളൊക്കെ. പള്ളിക്കകത്ത് ഇപ്പൊ കൊറോണ ഇരിക്കണം കേട്ടാ. പള്ളിക്കകത്തൊരു കൊറോണ ഉണ്ട്. അങ്ങോട്ടങ്ങ് ആരും പോണ്ട. പള്ളിയിലേക്ക് ആരും പോണ്ട. നിന്നെ കുഴിച്ചിടാൻ മാത്രം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ പോയാ മതി. എത്ര പേടിയാണെങ്കിലും കൊണ്ടുപോകല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് കരയും. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നാശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ ആ പള്ളി ഇരുന്ന് തേങ്ങും, ആ പള്ളി ഇരുന്ന് കരയും. അള്ളാഹുവിന്റെ ഭവനം കരഞ്ഞ അത് ആ നാടിന് തന്നെ നാശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കരച്ചിൽ എന്നെ പള്ളി. റമദാനൊക്കെ വരാൻ പോകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലേക്ക് ഇപ്പൊ പഴയതുപോലെ പോക്കൊന്നുമില്ല പലർക്കും. എന്തെല്ലാം പടച്ചവനെ. കല്യാണ വീട്ടിൽ പോകുമ്പോ ഭക്ഷണം തിന്നുമ്പോ ആരാപ്പ മാസ്ക് ഇടാ? ഓഡിറ്റോറിയത്തിലൊക്കെ എന്നാ ഇടിയെന്നറിയോ? പ്രത്യേകിച്ച് ഈ പാലക്കാടൻ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ടേസ്റ്റാ. ഞാൻ ആ ബിരിയാണി തിന്നുന്നതിന് വേണ്ടി എന്റെ ഉമ്മയുടെ വീട് വരെ വരും. ഒരു പ്രത്യേക ബിരിയാണി ഉണ്ടല്ലോ, അതിനെന്താ ഹനഫി ബിരിയാണി ഇല്ലേ? അങ്ങനെ പാലക്കാട് ഒരു കട തന്നെ ഉണ്ടല്ലേ, ഹനഫികളുടെ കട. എങ്ങനെ ഉണ്ട്? നല്ലൊരു ബിരിയാണി ഉണ്ട്. അതിന്റെ കൂടെ ഈ മത്തങ്ങായും ഇറച്ചിയൊക്കെ ഇട്ടൊരു കറിയുണ്ട്. അതില്ലെങ്കിൽ തന്നെ പാടാം. നല്ല ഭക്ഷണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളി ഇരുന്ന് കരയും. ആ പള്ളി കരഞ്ഞ പിന്നെ ഈ നാട് നേരെയാകും. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ ഭവനം ഇരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറോണ ഒക്കെ മരിച്ചിട്ട് എത്രയോ നാളായി. എന്നിട്ട് നമ്മൾ ഇപ്പോഴും അതിന്റെ പുറകെ നടക്കാം. നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നില്ല. വെള്ളിയാഴ്ച ഉസ്താദ് കാത്തു നിൽക്കുക. പടച്ചോനെ, 40 പേര് വരുന്നുണ്ടോ? അല്ലാ, നിസ്കരിക്കണ്ടേ? അല്ലാ, അതങ്ങോട്ട് കേറുക, സലാം വിട്ട ഓടുക. ദുആയും സലാത്തൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഭവനത്തിനകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. ആ പള്ളി കരഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് ആ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. 2, എല്ലാവരും പറയുന്ന ഉസ്താദെ സമാധാനമില്ല. ഭാര്യയും ഭർത്താവും കണ്ട പാകിസ്ഥാനും ഇന്ത്യയും പോലെ ശത്രുക്കളെ പോലെ പോരാടുന്നു. സമാധാനം എന്തിനാടാ നിങ്ങൾ കൂടപ്പുറപ്പുകൾ ഇങ്ങനെ തമ്മിലടിക്കണേ? ചോദിക്കാറുണ്ട് ഉമ്മ. സ്വന്തം ചേട്ടനും അനിയനും കടന്ന് തമ്മിലടിയ കൊച്ചു കുട്ടികൾ വരെ. ആവശ്യത്തിന് സമ്പത്തുണ്ട്, പക്ഷെ ഒന്നും ഉപകാരപ്പെടുന്നില്ല.
മട്ടൻ മന്തിയും ഒക്കെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കുഴിമന്തിയും മഹദിയും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. മഹദിയൊക്കെ ഇപ്പം ഇതൊക്കെ തിന്നിട്ടും നിറയുന്നില്ല വയറ്. മനോഹരമായ വീടുണ്ടാക്കിയിട്ട് AC വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. സഹോദരൻ, എങ്ങനെ ഉണ്ടാകാനാ കാക്ക സമാധാനം? എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു സമാധാനം തരിക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനകത്തിരിക്കുന്നുണ്ട്, ആരും ഓതുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല. അല്ലെ, അലമാരിക്കകത്ത് കൊണ്ടുവച്ചിരിക്കുക. സൗദി പോയിട്ട് ഉംറ കഴിഞ്ഞ് വന്നപ്പോ ഒരു 5-6 എണ്ണം കൊണ്ടുവന്നിട്ട് അലമാരി വെച്ചിട്ടുണ്ട്, ഉണ്ടെന്ന് തെളിയിക്കാൻ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെച്ചിട്ട് അത് ഓതാതെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഖുർആൻ കരയും. പടച്ചവനെ, എന്നെ ഒന്ന് തുറക്കണത് പോലും ഇല്ലല്ലോ അല്ലാഹ്, ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ലല്ലോ അല്ലാഹ്. ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളിൽ എത്ര പേരാ ഇന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരായത്തെങ്കിലും ഖുർആൻ കൈകൊണ്ടെടുത്ത് ഓതിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഒറ്റ ഒരായത്തെങ്കിലും. പെണ്ണുങ്ങൾ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്താ സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ പൊക്കണമെങ്കിൽ നല്ല പോലെ പൊക്കിക്കോണം. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം പൊക്കിക്കഴിഞ്ഞല്ലോ. അള്ളാഹുവേ, കരുണക്കടലായ അല്ലാഹ്, റോഡി കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞവന് നീ സ്വർഗം കൊടുത്തു. ചാകാൻ കിടന്ന ഒരു നായിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിന് നീ സ്വർഗം കൊടുത്തു. അള്ളാഹുവേ, ഈ കൈപൊക്കിയ ഞങ്ങൾക്ക് ഇതിനു പകരം നീ സ്വർഗം തരണേ അല്ലാഹ്. ആരെല്ലാം ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് കൈപൊക്കിയവരുണ്ടോ, പടച്ചോനെ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം അത് കണ്ടു മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. കൈപൊക്കാത്തവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. കൈപൊക്കാത്തവന് ഞാൻ പൈസ ചോദിച്ചോ? എടാ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൈവെക്കാനാ പറഞ്ഞത്. എന്റെ പൊന്ന് സിറാജ്, നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് തലകുത്തി കിടന്നിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പള്ളി നിങ്ങൾ എത്ര ഹത്തീബ് എന്നിട്ട് എത്ര വർഷമായി? 18 കഴിഞ്ഞ് 19ലേക്ക്. മാഷാ അല്ലാഹ്, 18 കഴിഞ്ഞ് 19 വർഷമായി. പാവപ്പെട്ട ഇവിടെ കിടന്ന് നോക്കണുണ്ട്, എന്നിട്ട് എന്നെ അനക്കാൻ പറ്റിയിട്ടില്ല ഉസ്താദ് എന്ന് എഴുതി പറയണ പോലെ. ഒരു പള്ളിയിലൊക്കെ 18 കൊല്ലം ജോലി ചെയ്യാന്ന് വെച്ചാ അത് വല്ലാത്ത ഒരു ത്യാഗമാണ്. ഒരു പള്ളിയിൽ പിന്നെ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, പഴകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഹൈറാകുന്ന കാലത്തോടെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. സാധാരണ ഒരു പള്ളിയിലൊക്കെ ഒരു കൊല്ലം തന്നെ കഷ്ടപ്പെട്ടാ പോണേ. ടെസ്റ്റ് നടക്കാ. ഇപ്പം പള്ളിയിലെ ഖതീബിനെയൊക്കെ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടാ എടുക്കണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ഞാൻ പുതിയ തലമുറകളോടൊക്കെ പറയാറുണ്ട്, ഉസ്താദന്മാരെ ടെസ്റ്റ് ചെയ്യും. ഒന്നൊന്ന് വെള്ളിയാഴ്ച പ്രസംഗിക്കണം, ഒന്ന് ഇമാമത്ത് നിൽക്കണം. ആരാ? ഫാത്തിഹയുടെ അർത്ഥം അറിയാത്തവനെ ടെസ്റ്റ് ചെയ്യണം. 10-12 കൊല്ലം സാമ്പാറും ചോറും തിന്ന് കഷ്ടപ്പെട്ട് പടച്ചവനെ എത്രയെല്ലാം കിതാബുകൾ പഠിച്ച ഉസ്താദിനെ ടെസ്റ്റ് ചെയ്യുന്നതാരാ? ഈ ടെസ്റ്റ് ചെയ്യുന്നവനെ വിളിച്ചിരുത്തിക്കട്ടേടാ, ഫാത്തിഹയുടെ അർത്ഥം പറയടാന്ന് പറഞ്ഞ ഓനിരുന്ന് തപ്പണതാണ്. ഓനാണ് അർത്ഥം നോക്കണത്, ടെസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉള്ളതല്ലേ പറഞ്ഞേ? എന്തോ കൊണ്ടില് സഹിച്ചില്ലാന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. സത്യവതാ സഹോദരങ്ങൾ, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കാലം ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഖൈറാകുന്ന കാലത്തോളം അള്ളാഹു ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൈവെക്കാൻ പറഞ്ഞപ്പോ പലർക്കും മടി. അള്ളാഹു ഈ കൈവെക്കി എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. ഒരവസരം കൂടെ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കിക്കേ. ഇതാദ്യം ചെയ്തിരുന്നെങ്കിൽ എന്നെ കൊണ്ട് എന്തിനാ വെറുതെ ഇത്രയും പറയിപ്പിച്ചേ? അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടോന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. എന്നാ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോകാനിരിക്കണേ? നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാത്ത നീയാ ഇനി സ്വർഗത്തിൽ പോണേ? ഇന്നത്തെ ദിവസം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് കൈകൊണ്ട് പോലും തൊട്ടു നോക്കാത്ത നീയാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിന്റെ വീടിനകത്ത് സമാധാനം വേണോ? നിനക്കൊരു നല്ല ജീവിതം വേണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിനകത്ത് വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങളത് ഒന്ന് തുറന്നു നോക്കണേ. അതിലൊരായത്തെങ്കിലും നിങ്ങളൊന്ന് പാരായണം ചെയ്യണേ. ഇല്ലെങ്കിൽ ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് തേങ്ങുകയാണ്. ആ ഖുർആനിന്റെ കണ്ണുനീര്
പടച്ചവനെ നിനക്ക് നല്ലതല്ല, എന്നെ തകർത്ത് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളും അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല, ഖുർആൻ പഠിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല, കള്ളുകുടിയന്മാർക്കും വ്യഭിചാരികൾക്കും അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, അതിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാതെ അതിനെ നിസാരമായി തള്ളിക്കളയുന്ന മുസ്ലിമേ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ ഞാൻ എണ്ണി പറഞ്ഞു തരാ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എണ്ണി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവരോട്, അതിനെ പരിഗണിക്കാത്തവരോട് അല്ലാഹു പറയുന്നു, നിനക്ക് അല്ലാഹു നിന്നെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ കലാം കേട്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന മനുഷ്യ, നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി, നീയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞല്ല, ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, ഖുർആനിന്റെ ആയത്താ ഞാൻ ഓതിയേ. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താ, ഞാൻ ആയത്ത് ഓതിയിട്ടാ പറയുന്നത്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പിന്നെ അല്ലാഹു ഹിദായത്ത് നിനക്ക് തരൂല, നീ പിന്നെ നന്നാകില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അറിയല്ലോ, ഇബ്ലീസിന്റെ ഗതി അറിയുമല്ലോ. എന്തുകൊണ്ടാ സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നവരല്ലേ. എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയിരുന്ന മനുഷ്യനാ. എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ഉസ്താദായിരുന്നല്ലോ അസാസീൻ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചു നോക്ക്. അതുകൊണ്ട് ഉസ്താദന്മാര് വെറുതെ പറയുന്നതല്ല. ഈ ഖുർആൻ നബി ഒളിച്ചോടുന്ന പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? ഈ ഒളിച്ചോടുന്ന പെൺകുട്ടികളെ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കുടുംബക്കാര് മുഴുവനും ഉപദേശിക്കും. മാതാപിതാക്കൾ പറയും, ഞാൻ മരിക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങൾ മരിക്കണമെങ്കിൽ മരിക്കും. നാട്ടുകാർ ഉപദേശിക്കും, പള്ളിയിലെ ഉസ്താദന്മാർ ഉപദേശിക്കും, കാരണവന്മാർ ഉപദേശിക്കും. എന്തേ ഹൃദയത്തിൽ ഇറങ്ങാത്തെ? എന്തേ ഹൃദയത്തിൽ ഇറങ്ങാത്തെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളുകുടിയൻ ഓനറിയാൻ ഞാൻ കുടിക്കുന്നത് പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു തുള്ളി കള്ള് തന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നവൻ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇതറിയാത്തവനാ കുടിക്കണേ? ഹജ്ജിന് പോയ ഹാജിയാര് പലിശ കച്ചവടം നടത്തുന്നില്ലേ? എടാ, പലിശ കച്ചവടം നടത്തുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പലിശ തിന്നുന്നവനും പലിശ കൊടുക്കുന്നവനും പരസ്യം സാക്ഷിക്കുന്നവനും എല്ലാരും തെറ്റുകാരെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടും പലിശ കച്ചവടം നടത്തുന്നവരില്ലേ? ലോട്ടറി എടുക്കാൻ പാടില്ല എന്ന് ദീൻ പഠിപ്പിക്കുന്നു. നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന് നിൽക്കുമ്പോഴും അവന്റെ പോക്കറ്റിന്റെ അകത്ത് കാരുണ്യയുടെ ലോട്ടറി തെളിഞ്ഞിരിക്കുകയെ അറിയാഞ്ഞിട്ടാ. ഇരിക്കണ പെണ്ണുങ്ങൾ, നിസ്കരിക്കാതെ നടക്കുന്നവർ, തലമറയ്ക്കാതെ നടക്കുന്നവർ, ഇവർക്കറിയില്ല ഈ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെവിയും ഹൃദയവും അല്ലാഹു അടച്ചു കളഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും കേറൂല. അങ്ങനെ ഒരവസ്ഥ വന്ന അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പേടിക്കണം സഹോദര, നമ്മൾ ഭയപ്പെടണം, നമ്മൾ വല്ലാതെ ചിന്തിക്കണം, നമ്മൾ പേടിക്കണം. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറം വരെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പിന്നെ അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചമിറങ്ങൂല. അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നെ വെളിച്ചമിറങ്ങൂല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, വൈദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാവൂ അസാ അല്ലാഹു
അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചരിത്രം ഉൾപ്പെടെ വിവരിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നിനക്ക് നന്നാകാൻ തോന്നുന്നില്ലെങ്കിൽ നീ പേടിക്കണം ബാപ്പാ, നീ ഭയപ്പെടണം ബാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, മരണവും നരകവും ഒക്കെ പറഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ നീ വല്ലാതെ പേടിക്കണം. ഖസറ ദുനിയാ വൽ ആഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് നടന്നവരെ നന്നാക്കിയത് ഖുർആനാ. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞവര് പഠിച്ചവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗദാ ശരീഫിനകത്ത് മുത്തി നബിയുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാട്ടാളനായ ഖത്താബിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന് കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞാൽ, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ കിടന്ന് കരഞ്ഞാൽ ഉമ്മമാര് ഭക്ഷണം കൊടുക്കുമ്പോ കഴിക്കാതെ വന്നാ ഉമ്മമാര് പറയുമായിരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ ആ കുട്ടികൾ പോലും പേടിച്ചവിടുന്ന് ഉറങ്ങുമായിരുന്നു. ആ കുട്ടികൾ പോലും പേടിച്ചു ഭക്ഷണം കഴിക്കുമായിരുന്നു. അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതം. അതാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങളുടെ അയൽവാസിയായ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയോ? ഈ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം അത്രയും വലിയ കാട്ടാളനാണ്. ആ കാട്ടാളനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചത് പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ഒരായത്താ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കുന്നതിന് വേണ്ടി പോകുന്ന ഉമർ തങ്ങളുണ്ടല്ലോ, ആ ഉമർ തങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ആ കാട്ടാളനായ ഒരിക്കലും നേരെയാകില്ലെന്ന് കരുതിയ ഉമർ തങ്ങൾ പോലും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്ത് കേട്ടിട്ട് അവിടെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാ നിനക്ക് ആ ബോധമില്ലാതെ പോയത്? ഉമർ മുസ്ലിമായിരുന്നില്ല. ആ ഉമർ തങ്ങളുടെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് മുസ്ലിമായതെങ്കിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ നിന്റെ സ്വഭാവം നന്നാകാത്തത്, നിന്റെ മോശമായ സ്വഭാവങ്ങൾ മാറാത്തത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, കളിയല്ല തമാശയല്ല, നിങ്ങൾ നിസാരമായി കാണല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങൾ അവഗണിക്കരുത്. ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ നിങ്ങൾ വല്ലാതെ ഭയപ്പെടണേ, നിങ്ങൾ വല്ലാതെ പേടിക്കണേ, നിങ്ങൾ വല്ലാതെ ചിന്തിക്കണേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പഠിച്ചവനെ, ഉമർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാണല്ലോ. ഒരുപാട് സ്വഹാബികളെ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധമായ ഖുർആനായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഇറച്ചി കോഴികളെ പോലെ വെറുതെ നടക്കാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കണോ, അതിനെക്കുറിച്ച് ചിന്തിക്കണോ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകൂ. ഇല്ലെങ്കിൽ അല്ലാഹു നിന്റെ ഹൃദയം അങ്ങ് അടയ്ക്കുകയാ, നിന്റെ ചെവിയങ്ങ് സീല് വെക്കുകയാണ്, നിന്റെ ഹൃദയം അങ്ങ് അടച്ചു വെക്കുകയാണ്. പിന്നെ ഒരു കാലത്തും അതിനകത്ത് വെളിച്ചം കേറൂല.
പിന്നെ ഒരിക്കലും അല്ലാഹു നിനക്ക് ഹിദായത്ത് തരൂല. കാലാകാലം അല്ലാഹുവിന്റെ നരകത്തിന്റെ അടിത്തട്ടില് കടക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെന്ന് പറയുകയാ, പടച്ച റബ്ബിന്റെ ഖുർആൻ പരിഗണിക്കാത്തവരോട് വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. പിന്നെ ഒരിക്കലും അല്ലാഹു നിനക്ക് ഹിദായത്ത് തരൂല, അല്ലാഹു നിന്നെ നന്നാക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ, ഖുർആൻ പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, നിനക്ക് അല്ലാഹു കഠിനമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഈ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ നിസാരമായി തള്ളിയിട്ട് അവഗണിച്ച് നടക്കുന്നവന് നിന്നെ അല്ലാഹു വെറുതെ വിടില്ല. അല്ലാഹു നിന്നെ വെറുതെ വിടില്ല. പടച്ച റബ്ബ് നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്, വമൻ യുഅരിദ അൻ ദിക്രി റബ്ബിഹി യസ്ലുഖുഹു അദാബൻ സഅദാ. കഠിനമായ ശിക്ഷ അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ മറന്നു നടന്നോ, ഇഷ്ടമുള്ളതുപോലെ നടന്നോ, ആസ്വദിച്ചും സുഖിച്ചും നടന്നോ. അല്ലാഹു തന്ന ആയുസ് സുഖിക്കാനുള്ളതാണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല. ഫർദയും ഹിജാബ് ധരിച്ച് നടക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതാണ് ജീവിതമെന്ന് പറഞ്ഞിട്ട് പറവകളെ പോലെ പറക്കാൻ ആഗ്രഹിക്കുന്ന യുവത്വമേ, അല്ലാഹുവിനെ മറന്നു നടന്നോ. അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ടല്ലോ. നിനക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാമല്ലോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാമല്ലോ. അതിനെ കുടിപിടിക്കാനും നിന്റെ കൂടെ ആളുണ്ടല്ലോ. എല്ലാം മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഈ അടുത്തൊരു ഉസ്താദ് പറഞ്ഞു, പടച്ചവനെ, ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ച് നടന്നു പോകുന്ന പെണ്ണിനെ ഉപദേശിച്ചപ്പോ അവള് പറഞ്ഞത് അവൾ എന്റെ ഫ്രണ്ടാണ്, അത് തെറ്റില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തു വേണമെങ്കിലും ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ, ഒരു പ്രയാസവും നിന്നെ പിടിക്കാൻ ആരും വരുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുടിക്കുന്നവർക്ക് കുടിക്കാം, വ്യഭിചരിക്കുന്നവർക്ക് വ്യഭിചരിക്കാം, അഹങ്കരിക്കേണ്ടവർക്ക് അഹങ്കരിക്കാം, പലിശ കച്ചവടം നടത്തുന്നവർക്ക് നടത്താം, നിസ്കരിക്കാതെ നടക്കുന്നവർക്ക് നടക്കാം, ഉടുതുണിയുരിഞ്ഞിട്ട് നടക്കേണ്ടവർക്ക് നടക്കാം, ഉസ്താദന്മാരെ ബഹുമാനിക്കാതെ സയ്യിദന്മാരെ ബഹുമാനിക്കാതെ പടച്ചവനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഖുർആനിലെ ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. എല്ലാവരോടും ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് നീ മറന്നു പോകരുത്. എന്തൊക്കെ മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്. ഏതായത്തെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബിയുടെ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പടച്ചറപ്പേ, യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ ഒരു ചെറുപ്പക്കാരൻ. അവിടെ നിന്ന് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. സ്വഹാബികളുടെ കൂടെ യുദ്ധത്തിന് പോകുമ്പോ ഒരു നാട്ടിലെ ചെന്നപ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ.
സൗന്ദര്യവതിയായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ജൂത പെണ്ണിനെ അവിടെ നിന്ന് കാണുകയാണ്. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് വല്ലാത്ത പ്രണയമായി, ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹമായി. പടച്ചവനെ വിവാഹാലോചന നടത്തി തന്റെ ആഗ്രഹം പറഞ്ഞപ്പോ ആ ജൂത പെണ്ണ് പറഞ്ഞു, നീ മതം മാറി എന്റെ മതത്തിൽ വന്നാ നാം ഒരുമിച്ച് ജീവിക്കാം. ആ സ്വഹാബിയോട് പറയുകയാണ്, നീ മതം മാറിയിട്ട് എന്റെ മതം സ്വീകരിച്ചാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. പടച്ചവനെ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനോടുള്ള പ്രണയത്തിന്റെ പേരില് പെട്ടെന്ന് മതം മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരസ്പരം വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാ. ഒരുപാട് കാലം കഴിഞ്ഞു. അല്ലാഹുവേ, അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബിയ നാട്ടിലൂടെ പോവുകയാണ്. അന്ന് യുദ്ധത്തിന് പോയ, ഇവന്റെ കൂടെ യുദ്ധത്തിന് പോയ സ്വഹാബികളിൽ ഒരു ചെറുപ്പക്കാരൻ ആ നാട്ടിലൂടെ പോകുമ്പോ അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അവിടെ നിന്ന് ചിന്തിക്കുകയാ. പണ്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടൊരു പെണ്ണിനെ കണ്ടപ്പോ മതം വലിച്ചെറിഞ്ഞവനാണല്ലോ. ആ ചെറുപ്പക്കാരനെ തെരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവേ, നീ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ കാണാതെ പഠിച്ച ഹാഫിളോ. ആ ഹാഫിളാണ് പടച്ചവനെ മതം മാറി പെണ്ണ് കെട്ടിയത്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എല്ലാം മറന്നുപോയി, ഖുർആനിലെ എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതായത്തെന്നറിയുമോ? ഏതായത്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത് ആ ഒരായത്ത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. ഇന്നത്തെ രാജ്യം, നമ്മുടെ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. കല്യാണം കഴിച്ച പെണ്ണ് നല്ല മനസ്സോടെ ഒരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ട കേസില്ല. ഭർത്താവ് എങ്ങാനും എന്തെങ്കിലും ചെയ്ത ഓനകത്ത് കിടക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലേ? നരിച്ചുക്ക് നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ നീ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഒരുത്തനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടുണ്ടാക്കണം. കാക്ക, ഞാൻ മനസ്സറിഞ്ഞു കൊടുത്തതാ, ഓൻ പീഡിപ്പിച്ചതല്ല, കേസില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ത് നല്ല നിയമം! നരിച്ചുക്ക് എന്ത് നല്ല നിയമം! അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ രാജ്യം, ഓരോ നിയമങ്ങളും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണും പെണ്ണും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. ആണും പെണ്ണും ഇന്ന് കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അന്ന് റോഡിൽ കിടന്ന് വ്യഭിചരിക്കും. ഇന്ന് ബസ്സിനകത്ത് പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പുറകിലത്തെ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുക. അങ്ങോട്ട് പിന്നെ മലക്കുകൾ അങ്ങോട്ടൊന്നും നോക്കരുത്, പരസ്യമായി. എടാ, റോഡിലൂടെ പോകുന്ന ബൈക്കുകൾ കണ്ടിട്ടില്ലേ? ഒരു പെണ്ണും ആണും കൂടെ. എടാ, ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ബെഡ്റൂമിൽ പോയി ചെയ്താൽ പോലെ, എന്തിനാ ഈ റോഡിലൂടെ പരസ്യമായിട്ട് കാണിക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ആ സ്വഹാബി പറഞ്ഞ ആയത്ത് ഏതെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. തെറ്റും ശരി എല്ലാവർക്കും അറിയാം, തെറ്റും ശരിയും എല്ലാവർക്കും അറിയാം. എന്നിട്ടും പടച്ചവനെ, നീ നിനക്ക് തോന്നുന്നത് പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെങ്കിൽ, സുഖിക്കാനുള്ളതാണെങ്കിൽ സുഖിച്ച് ജീവിക്ക്. പക്ഷെ അല്ലാഹ് പറഞ്ഞ ഈ ആയത്ത് നീ മാത്രം മറക്കരുത്. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ ആരും മറക്കരുത്. ഏതായത്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഖുർആൻ പറയാ, നീ എവിടെ വേണേലും പൊക്കോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ അവസാനം എന്റെ മുന്നിൽ തന്നെ വരുന്നീ. ഇത് അല്ലാഹു ഒരു ഭീഷണിയാണ്. അല്ലാഹു ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാ. സിറാജ, നീ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, എന്തു വേണമെങ്കിലും എന്നെ മറന്നുകൊണ്ട് നീ അടിച്ചു പൊളിച്ചു നടന്നോ,
പക്ഷെ അവസാനം നീ എന്റെ മുന്നിൽ തന്നെ വരും. ഓന്തോടി എവിടെ വരെ ഓടും? പഴയ ആൾക്കാർ പറയില്ല, നീ ചെയ്യൽ എങ്ങനെയൊക്കെ പോയാലും അവസാനം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ആ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുമ്പോ, ആ ഖുർആൻ കേട്ടിട്ട് നീ ചിന്തിക്കാതെ നിനക്ക് തോന്നുന്നത് പോലെ നടക്കുമ്പോ അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് കഠിനമായ ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, നിനക്കൊരു ഉപമ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവനോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ഒരു ഉദാഹരണം പറയുകയാ. ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് രൂപം പറയാം. നമ്മളൊക്കെ എന്താടാ അവൻ കഴുതയെ പോലെ നടക്കണേ അല്ലേ ചോദിക്കാറുണ്ടല്ലോ, ഇവൻ എന്താടാ കഴുതയെ പോലെ നടക്കണേ? ഇത് അള്ളാഹ് പറഞ്ഞ ഉപമയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ തോന്നിവാസികളെ പോലെ തനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കുന്ന മനുഷ്യനെ അള്ളാഹ് ഉപമിച്ചത് കഴുതേനാ, കഴുതയെ പോലെയാണെന്ന്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴുതയോടാണ് അള്ളാഹു അവിടെ നിന്ന് ആ മനുഷ്യരെ ഉപമിച്ചത്. കഴുതയെ പോലെ ഒന്നുമില്ല, ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കഴുതയോടാണ് അവരെ ഉപമിച്ചത്. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ഫൈനറളൂ ഫഖുൽ അൻദർതുകും സായികതം മിസ്ല സായികതിൻ ആദിൻ വസമൂദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ അഞ്ചാമതായി പറയുകയാണ്, മുൻ സമുദായങ്ങൾക്ക് വന്ന് സംഭവിച്ചതുപോലെയുള്ള സമാനമായ ശിക്ഷകൾ പടച്ചവരെ ഈ സമൂഹത്തിന്റെ മുകളിലേക്ക് ഇറങ്ങുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിപ എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നിന്നാണ് ഇതൊക്കെ കടന്നു വന്നത്? നമ്മൾ അല്ലാഹുവിനെ മറന്നപ്പോ, അല്ലാഹുവിന്റെ ആയത്തുകൾ അവഗണിച്ചപ്പോ, പടച്ചവനെ, മുൻ സമുദായങ്ങൾക്ക് കടന്നതുപോലെ വെള്ളപ്പൊക്കം വന്നല്ലോ, ഉരുൾപൊട്ടം വന്നല്ലോ, ഭൂമി കുലുക്കം വന്നല്ലോ, കൊടുങ്കാറ്റ് വന്നല്ലോ. പടച്ചവനെ, ഒന്നിനു പുറകെ ഒന്നൊന്നായി വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് സമാധാനത്തോടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് പേടിയാണ്. മാസ്ക് ധരിച്ചുകൊണ്ട് പേടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് രോഗത്തെ പേടിയാണ്. പഠിച്ചവനെ പേടിയില്ലാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ പേടിയില്ലാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് ഭയമില്ലാതെ വന്നപ്പോ, പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ നമ്മളെ പേടിപ്പിച്ചില്ലേ? അല്ലാഹു നമ്മളെ പാഠം പഠിപ്പിച്ചില്ലേ? ഇന്ന് പഠിച്ചവര് ഈ മുസ്ലിം സമുദായം അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു നമ്മളെ പേടിപ്പിക്കുകയല്ലേ? ഏക സിവിൽ കോഡ് വരുന്നല്ലോ, പൗരത്വ ബില്ല് വരുന്നല്ലോ, പഠിച്ചവനെ, എന്തെല്ലാം വിഷയങ്ങളാണ് കടന്നു വരുന്നത്. ഹലാല് വന്നല്ലോ, ജിഹാദ് വന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അവസാനം ഹിജാബ് വരെ എത്തി നിൽക്കുകയാണ്. ഫർദ് ധരിച്ചു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിലേക്ക് പഠിച്ചവനെ ഓടയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നല്ലോ. എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ ആയത്തുകളെ മറന്നപ്പോ, പരിശുദ്ധമായ ഖുർആനിനെ മറന്നുകൊണ്ട് പണത്തിന്റെ കൊടുപ്പ് കാണിച്ചപ്പോ, ആർഭാട വിവാഹങ്ങളെ നടത്തിയിട്ട് പള്ളിയിലെ ഉസ്താദന്മാരെ പരിഹസിച്ചപ്പോ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പുറത്തിയപ്പോ, എടാ, നിനക്ക് തോന്നുന്നത് പോലെ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ പടച്ചവനെ നീ അഹങ്കരിച്ച് നീ തോന്നിവാസിയെ പോലെ ദുനിയാവിൽ ജീവിച്ചപ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് പടച്ചവനെ സർവ്വതം തകർത്തില്ലേ? അല്ലാഹു നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുകയാ. അതിന്റെ കാരണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാ.
അതിനെ പരിഗണിക്കാത്തത് കൊണ്ടാ അതിനെ നിസാരമായി തള്ളിക്കളഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മുൻ സമുദായങ്ങൾക്ക് കൊടുത്തതുപോലെയുള്ള ശിക്ഷകൾ അല്ലാഹു നിനക്ക് ഇറക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനിയെങ്കിലും ചിന്തിക്കുക സഹോദരാ, ഇനിയെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് കേൾക്കണേ. പഠിച്ചവരെ ഈ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് കേൾക്കൂ. ആറാമതായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പടച്ചവനെ നിന്റെ ഞെരുക്കമായല്ലോ, സാമ്പത്തികമായി നീ തകർന്നല്ലോ, കച്ചവടം മുഴുവനും തകർന്നല്ലോ, പോലെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ, ആസ്വദിച്ചുകൊണ്ട് മന്തിയും ബിരിയാണിയും കടിച്ച് നടന്ന നീയൊക്കെ പടച്ചവനെ ഇപ്പൊ പഴയതുപോലെ ചോറും ചമ്മന്തിയും കഞ്ഞിയുമായല്ലോ. എന്തുകൊണ്ടാണ് പടച്ചറബ് നിന്നെ ഇങ്ങനെയാക്കിയത്? പണം വാരി എറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടന്ന മനുഷ്യ, അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തന്നത് എന്തുകൊണ്ടാണ്? പടച്ചവൻ നിന്നെ ഞെരുക്കിയല്ലോ, വരുന്ന വഴികൾ മുഴുവനും അല്ലാഹു തടഞ്ഞു വെച്ചല്ലോ. അല്ലാഹു നിനക്ക് ഇടുക്കമുള്ള ജീവിതം തന്നല്ലോ, അല്ലാഹു നിനക്ക് ഇടുക്കമുള്ള ജീവിതം തന്നല്ലോ. പഴയതുപോലെ സുഖിക്കാൻ പറ്റുന്നില്ലല്ലോ, പഴയതുപോലെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ, ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിനെ നീ കളിയാക്കിയതിന് റബ്ബ് നിനക്ക് തന്ന ശിക്ഷയാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാര് പാവങ്ങൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്, പള്ളികൾക്ക് കൊടുക്ക്, പഠിച്ചവര് മദ്രസകൾക്ക് വേണ്ടി കൊടുക്കാ, സദഖ കൊടുക്കാ. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ചരിത്രങ്ങൾ പറഞ്ഞിട്ട് പറയുമ്പോ നീ അവരെ കളിയാക്കിയവനല്ലോ, പരിഹസിച്ചവനല്ലോ, നാണം കെടുത്തിയവനല്ലോ, നിസാരമായി തള്ളിയവനല്ലോ, ഇവനൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു പുച്ഛിച്ചവനല്ലേ. അല്ലാഹു നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ? പട്ടിണി എന്താണെന്ന് പഠിപ്പിച്ചില്ലേ? സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് പഠിപ്പിച്ചില്ലേ? ദാരിദ്ര്യം എന്താണെന്ന് പഠിപ്പിച്ചില്ലേ? കഷ്ടപ്പാടിന്റെ വില എന്താണെന്ന് നിനക്ക് പടച്ച റബ്ബ് പഠിപ്പിച്ചു തന്നില്ലേ? ഇനിയും ഞാൻ നിങ്ങളോട് പറയുകയാ, ഇനിയും നിങ്ങൾ നന്നായില്ലെങ്കിലും, ഇനിയും നിങ്ങൾ നേരെയായില്ലെങ്കിലും, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പണം തരാൻ മാത്രമല്ല അറിയുന്നത്, വീട് തരാൻ മാത്രമല്ല അറിയുന്നത്, സമ്പത്ത് തരാൻ മാത്രമല്ല അറിയുന്നത്, അല്ലാഹുവിനെല്ലാം തരാനും അറിയാം. അല്ലാഹുവിനെല്ലാം തരാനും അറിയാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കാനും അല്ലാഹുവിനറിയാം. നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി തെണ്ടിപ്പിക്കാനും അല്ലാഹുവിനറിയാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, അല്ലാഹുക്ക് രണ്ടും അറിയാം, തരാനും അറിയാം, അതുപോലെ തിരിച്ചെടുക്കാനും അറിയാം. അല്ലാഹുക്ക് തരാനും അറിയാം. നിനക്ക് ഖുർആൻ ആയത്ത് ഓതിയിട്ട് കൊടുക്ക്, പള്ളിക്ക് കൊടുക്ക്, ഇടിഞ്ഞു വീഴാറായി മദ്രസയ്ക്ക് കൊടുക്ക്, യതീമായ പെൺകുട്ടികളുണ്ട്, വാപ്പയില്ല, ആരുമില്ല, കെട്ടിക്കാൻ ഒരു പവൻ കൊടുക്ക്. എനിക്ക് മതില് കെട്ടണം, ലക്ഷത്തിന്റെ കാറെടുക്കണം, ആഡംബര ജീവിതം നയിക്കണം. പാവപ്പെട്ടവൻ ഒരു 5 നയാ പൈസ കൊടുക്കാനില്ല. ഉസ്താദിന്റെ പണി നോക്ക്, അതൊക്കെ വേറെ എന്ന് പറഞ്ഞു പുച്ഛിച്ച് തള്ളുന്നവനെ നിന്റെ പെണ്ണും പിള്ളയും കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ തോർത്തു വിരിച്ചിട്ട്, എനിക്ക് എന്റെ കെട്ടിയവന് ക്യാൻസറാ, സർവ്വതും വിറ്റു മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, എന്തെങ്കിലും തരണേ എന്ന് യാചിപ്പിക്കാനും അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ എന്തായിരുന്നു? ഷവർമയെ തിന്നത്തുള്ളൂ. വാപ്പ വൈകിട്ട് വരുമ്പോ ഷവർമ, കുഴിമന്തി, അൽഫഹും, ഷവായി, തന്തൂരി എന്തൊക്കെയായിരുന്നു. ഇപ്പോഴോ
ഇപ്പോഴോ എന്തേ അല്ല ഇല്ലാതാക്കി. ഇപ്പൊ വാപ്പ വരുമ്പോ 10 രൂപയുടെ കപ്പലണ്ടി. പണ്ട് വരുമ്പോ ഷവർമയും ഷവായി ആയിരുന്നു. കറങ്ങുന്ന കോഴി, ചുട്ട കോഴി, പൊരിച്ച കോഴി ഇല്ലേ. ഇപ്പോഴോ എടാ അഹങ്കാരം കൂടുമ്പോ അല്ല അങ്ങനെ. അള്ളാഹ്ക്ക് തരാനും അറിയാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയെങ്കിലും നേരെയായില്ലെങ്കിൽ ഇനി അങ്ങ് താഴേക്ക് ചെല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇടുക്കിക്കളയും അല്ലാഹ്. അതെങ്ങനെ അല്ല ഇടുക്കും. പിന്നെ ചിലരെയൊക്കെ അല്ല ഇങ്ങനെ വിടും. ഓൻ വിചാരിക്കുന്നത് പടച്ചോനെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ചിലരെയൊക്കെ അല്ല ഇങ്ങനെ വിടും. ഇത്ര തുടിയും അഹങ്കാരം കാണിക്കും ചിലരൊക്കെ പണത്തിന്റെ കൊഴുപ്പോ അഹങ്കാരം കാണിക്കുമ്പോ അല്ല ഇങ്ങനെ വിടും. ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുമ്പോ വിട്ടുകൊടുക്കണ പോലെ ഒരൊറ്റ പിടി അല്ലാഹ് അങ്ങ് പിടിക്കും. അതോടുകൂടി നിന്റെ സർവ്വതും തീരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒക്കെ പറഞ്ഞ് അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാതെ വരുമ്പോ അള്ളാഹു എന്ത് ചെയ്യും? നിന്നെ അങ്ങ് ഇടുക്കമാക്കും, ഞെരുക്കിക്കളയാം. ഈ ദുനിയാവിലെ ജീവിതം എന്ത് പറ്റി ഉസ്താദെ? നല്ല കച്ചവടമുണ്ട് ഉസ്താദെ. ഒന്നുമില്ല. ഇപ്പം കന്ന് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി. ബിസിനസ് ഒക്കെ നേരെ പകുതിയായി ഉസ്താദെ. വലിയ പ്രയാസവാ. പള്ളിയിൽ പോകുമ്പോ ബക്കറ്റ് വയലിന്റെ സദസ്സിൽ പോകുമ്പോ ഉസ്താദ് പറയും, ഒരു 10 രൂപ ഇടാത്തവൻ 500 കൊണ്ട് പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക പോയി. എന്തിന് ഉസ്താദെ? കച്ചവടം ഇല്ല. അന്ന് 10 രൂപ കൊടുത്തിരുന്നെങ്കിൽ ബാക്കി 450 ലാഭമല്ലായിരുന്നോ? എടാ പള്ളിയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് പറയും, പാവപ്പെട്ട കുണ്ടിയുടെ എന്തെങ്കിലും കൂടെ, മദ്രസ കെട്ടണം, പള്ളി കെട്ടണം, എന്തെങ്കിലും കൂടെ. ഒന്നുമില്ല ഉസ്താദ്, ഒന്നുമില്ല ഉസ്താദ്. കെട്ടിയവന്റെ ജോലി പോകാറായി. അറബി പറഞ്ഞു പൊക്കോ, വാരിക്കെട്ടി പൊക്കോ. അതെ, 1001 രൂപ ഭർത്താവിന്റെ ജോലി പോകാതിരിക്കാൻ. അള്ളാഹുവിന് അറിയാം മക്കളെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അതിനെ പരിഗണിക്കാതെ വരുമ്പോ അള്ളാഹ് ദുനിയാവിൽ ഞെരുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഞെരുക്കും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ദുനിയാവിൽ മാത്രമല്ല അല്ലാഹുവേ, ഇന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞിട്ട് നിങ്ങളോട് പലതും പറയുമ്പോ നീ അഭിനയിക്കുമല്ലോ, കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ, ഇത് എന്നോടല്ല വേറെ ആരോടാ പറയുന്നത് പോലെ നീ അഭിനയിക്കുമല്ലോ. പടച്ചവനെ അല്ലാഹു പറയുകയാ, ഈ അഭിനയിക്കുന്നവന് കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അഭിനയിക്കുന്ന മനുഷ്യ, വനഹ്ശുറു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസറതനി അഅമാ ഫഖദ് കുന്ത ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പടച്ചവനെ, നാളെ പള്ളിപ്പറമ്പിൽ നിന്ന് പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് 6 അടി മണ്ണിനകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മൂതുമല്ലോ. എല്ലാവരും എഴുന്നേറ്റ് വരും. വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് കുളിപ്പിച്ച് സുന്ദരനെ പോലെ, പുതിയ പെണ്ണിനെ പോലെ, പുതിയ പളയെ പോലെ സുഗന്ധങ്ങളൊക്കെ തേച്ച് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് നീയുണ്ടല്ലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എഴുന്നേറ്റ് വരികയാ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പുഴുത്ത് നാറിയവരെ പോലെ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, മരദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, ഇങ്ങനെ പല പല വിഭാഗങ്ങളായിട്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരികയോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നിന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ആ സമയത്ത് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് റബ്ബ് പറയുകയാണ്, കണ്ണ് കാണാതെ വരും ഫഖദ് കുന്ത ബസീറാ. അല്ലാഹുവേ, എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, ഞാൻ ദുനിയാവിലെ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ, ചെവി കേൾക്കുന്നവനായിരുന്നല്ലോ. ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ തമ്പുരാനെ, എനിക്കൊന്നും കാണുന്നില്ലല്ലോ, എന്റെ ചെവി കേൾക്കുന്നില്ലല്ലോ. നാളെ ആഖിറത്തിലും പ്രയോജനമില്ല.
ആർക്കും കൊടുക്കാതെ കോടികൾ അമ്മാനമാടുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എന്തിനായി പണമൊക്കെ നീ സൂക്ഷിച്ചു വെക്കുന്നത്? ഈ സ്ഥലങ്ങളൊക്കെ വാരിക്കൂട്ടുന്നത്, സ്വർണ്ണമലമാരിക്കകത്തും ലോക്കറിനകത്തും വെച്ചുകൊണ്ട് നടക്കുന്നത് നിനക്ക് സുഖിക്കാനല്ലോ, അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലോ? എങ്കിൽ ഞാൻ ഹദീസ് പറഞ്ഞു തരാ, ഞാൻ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരാ. നിനക്കും വാഴൂല, നിന്റെ തലമുറയ്ക്കും വാഴൂല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിന്റെ അകത്ത് മുത്തുനബിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വഹാബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളയ്ക്കകത്ത് കിടക്കുന്ന സ്വഹാബിയാ. അബൂബക്കർ തങ്ങളാ പറഞ്ഞത്, സദഖ കൊടുക്കാത്തവനെ, സക്കാത്ത് കൊടുക്കാത്തവനെ, നിന്റെ സമ്പത്ത് നീ കൂട്ടിവെച്ചിരിക്കുന്നത് ഏഴാലൊരു രീതിയിൽ നശിച്ചു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ തകർന്നു വീഴാറായ പടച്ചവനെ, കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലമില്ലല്ലോ, മദ്രസയ്ക്കകത്ത് സ്ഥലമില്ലാതെ പടച്ചവനെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. ഈ മജ്‌ലിസ് നൂറിന്റെ 9ാമത് വാർഷികമാണ്. 2 ദിവസം വഅദ് വെച്ചിട്ട് ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും പടച്ചവരെ അത് പള്ളി കമ്മിറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ ഇവര് തീരുമാനിച്ചിരിക്കുകയാ. എന്തിനു വേണ്ടിയാ? മദ്രസ പഠിക്കുന്നതിന് വേണ്ടിയാണ്. ആ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പൊട്ടം കളിക്കേണ്ടവർക്ക് കളിക്കാം, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാം, കൈകെട്ടിയിരിക്കുന്നവർക്ക് കൈകെട്ടിയിരിക്കാം. നിന്റെ മുന്നിലേക്ക് സംഘാടകർ വരികയാ. നിനക്ക് കഴിയുന്നത് കൊടുക്കാൻ പറ്റുമോ? നിനക്ക് കഴിയുന്നത് കൊടുക്കാൻ പറ്റുമോ? നീ പൈസ കൊടുത്താലും ഇല്ലെങ്കിലും അല്ലാഹുവിന് അറിയാം മദ്രസ പണിയണമെങ്കിൽ പണിയാ. പക്ഷേ നീ കൊടുക്കുന്നത് കൊണ്ട് നിനക്കെന്തോ പ്രയോജനമെന്ത്? നീ ചോദിക്കും, ഉസ്താദേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇവർക്ക് കൊടുത്താ എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടുന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോ പടച്ചവനെ നിന്റെ ബൈക്കൊന്ന് താഴെ വീണിട്ട് നിന്റെ കൈകാലൊടിക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ? ആ അപകടത്തിനെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും മനുഷ്യ. പടച്ചവനെ ഒന്ന് തലകറങ്ങി വീണോ, മൂക്കിലൂടെ ബ്ലഡ് വന്നോ, വയറിന്റെ അകത്ത് വല്ലാത്ത വേദനയാണ്. എടുത്തു മണ്ണാർക്കാട് പോയി, പാലക്കാട് പോയി, കോഴിക്കോട് പോയി, അവസാനം തിരുവനന്തപുരം RCC വരെ നിനക്ക് പോകേണ്ട ഒരു രോഗം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ തട്ടിക്കളയാൻ നീ കൊടുക്കുന്ന ഒരു ചെറിയ സദഖ കൊണ്ട് അതിന് കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റാൻ കഴിയുമെന്നാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഉസ്താദേ എന്റെ ഉപ്പയ്ക്ക് ക്യാൻസറാ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ എന്ന് വഅദിന് വരുമ്പോ എത്രയോ ഉമ്മമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. വാട്സപ്പിനകത്തൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്തു, ഉസ്താദ് എന്റെ വാപ്പയ്ക്ക് ഉറക്കമില്ല, ഉറക്ക ഗുളിക കഴിച്ചിട്ട് പോലും എന്റെ ഉപ്പയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇന്നത്തെ മജ്‌ലിസിൽ ദുആ ചെയ്യണേ. അതാ 4 വയസ്സുള്ള ഒരു പൊന്നുമോള്, ഉസ്താദേ നാളെ RCCയിൽ ഒരു ടെസ്റ്റാണ്, എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിന്റെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. ആ ഒരണുവിനെ കരിച്ചു കളയാൻ, ആ മാരകമായ രോഗത്തെ ശിഫയാക്കാൻ നീ കൊടുക്കുന്ന ഒരു 10 രൂപയ്ക്ക് കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് വല്ലാത്ത ഒരു പുണ്യമല്ലോ. അതുകൊണ്ട് സംഘാടകര് വരികയാ. അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം, കൈമലർത്തേണ്ടവർക്ക് കൈമലർത്താം, കൊടുക്കുന്നവർക്ക് കൊടുക്കാം. പക്ഷേ
ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അവർക്ക് വീട് വെക്കാനല്ല, അവരെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവർക്ക് കൊണ്ടുപോയി സുഖിക്കാനല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് അവർ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുത്താൽ, അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം എടുത്തിട്ട് ആ ബക്കറ്റിന്റെ അകത്തിട്ടാൽ നിന്റെ തലയിൽ